പാലാ സെന്റ് തോമസ് കോളേജിൽ സ്ത്രീ ശാക്തീകരണ ക്ലാസ് സംഘടിപ്പിച്ചു. പാലാ സെന്റ് തോമസ് കോളേജിലെ ചരിത്ര വിഭാഗത്തിൻ്റെയും ലയൺസ് ക്ലബ്ബ് ഓഫ് അയർക്കുന്നത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ ഭാഗമായി ബോൾഡ് ആൻഡ് ബ്രില്യൻ്റ് സർക്കിൾ ഫോർ വുമൺ എന്ന പേരിൽ ലെക്ചർ പ്രോഗ്രാമുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്ത്രീ ശാക്തീകരണ ക്ലാസ് സംഘടിപ്പിച്ചു. പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിബി ജെയിംസിൻ്റെ അധ്യക്ഷതയിൽ സോഷ്യൽ ആക്ടിവിസ്റ്റ് ശ്രീമതി നിഷ ജോസ് നിർവഹിച്ചു. ലയൺസ് ഡിസ്ട്രിക്റ്റ് പ്രൊജക്ട് കോർഡിനേറ്റർ ശ്രീ സിബി പ്ലാത്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തി. കോളേജിലെ ചരിത്ര വിഭാഗം മേധാവി ശ്രീ മനീഷ് വർഗീസ് ജോൺ, ലയൺസ് ക്ലബ്ബ് അയർക്കുന്ന യൂണിറ്റ് പ്രസിഡന്റ് ഫ്ലോറി മാത്യു, പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ ജിനു ജോർജ് എന്നിവർ ചടങ്ങിന് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ലയൺസ് ക്ലബ്ബ് അംഗങ്ങളായ ബെന്നി മൈലാടൂർ, റീജിയൻ ചെയർമാൻ സിസിലി ജോസഫ്, ഉഷ പണിക്കർ, സിനി പീറ്റർ, പി ടി ജോസഫ്, വി എ അഗസ്റ്റിൻ, പ്രസന്നൻ കെ പണിക്കർ എന്നിവർ നിറസാന്നിധ്യമായിരുന്നു. പൊതുപരിപാടിയെ തുടർന്ന് ഇമോഷണൽ ഇൻ്റലിജൻസ് ഫോർ യങ് പ്രൊഫഷണൽസ് എന്ന വിഷയത്തിൽ ബിസിനസ് ഇക്യുബുലേഷൻ മാനേജറും റിസോഴ്സ് പേഴ്സണലുമായ ശ്രീ ജിനോയം സ്കറിയ ക്ലാസ് നയിച്ചു. അതുപോലെ സന്തോഷവതിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സാമാന്യപ്പെട്ട നമ്മളൊന്ന് ചെന്നിട്ട് മുടിയൊന്ന് മൊട്ടയടിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ബാർബറെ വിളിക്കാവുന്ന മുഴുവൻ മനസ്സിൽ വിളിച്ചു പോകും. കാരണം ആരുടെയും മുഖം ഭംഗിയില്ല, മൊട്ടയടിച്ച് കഴിഞ്ഞാൽ. പക്ഷെ ഇതുപോലെ സന്തോഷവതിയായിട്ട് ഇറങ്ങി വന്നിരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിരുന്നു. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യം തലമുടി മൊട്ടയടിച്ചു കൊടുത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് വർഷങ്ങളായി നമ്മൾ ജിനോ സർ, ഏറ്റവും ബഹുമാനായ വ്യക്തികളെ, അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പല തിരക്കുകൾക്കിടയ്ക്ക് വരാൻ ഇപ്പോൾ വൈകിപ്പോയി. പക്ഷെ വന്നതിന് ശേഷം മനീഷ് സാർ ഇങ്ങനെ യൂസ് ദിസ് ആപ്പ്, ഒരു ലിഫ്റ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ, പെയ്ഡ് ആണ്, യു ഗെറ്റ് ഡ്രോപ്പ്. അപ്പൊ ഞാൻ ചോദിച്ച ഒരു ചോദ്യം, ക്വിക്ക് റൈഡ് എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ടല്ലോ എന്റെ ഇവിടെ, നമുക്കിപ്പം എപ്പം വേണമെങ്കിലും എൻവയറമെന്റ് ഫ്രണ്ട്ലി ആണ് നമ്മളുടെ വണ്ടി. അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, നമ്മളുടെ കേരള തോർത്തും കേരള സെറ്റ് മുണ്ടിന്റെ പ്രാധാന്യം എന്റെ റേഡിയേഷൻ ടൈമിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കിയത്. സെറ്റ് മുണ്ടാണ് ഞാൻ എപ്പോഴും പറ്റുന്നിടത്ത് ഞാൻ എപ്പോഴും എനിക്ക് ഇടാൻ ആഗ്രഹിക്കുന്ന ഒരു വേഷം. അതാണ് കേരള സെറ്റ് മുണ്ടും. കേരള ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ വർഷവും ഇതുപോലെയുള്ള നല്ലൊരു പ്രോഗ്രാം നടത്തിയിരുന്നു. അതിന് മുമ്പിലത്തെ വർഷവും നടത്തി. ഞാൻ ഈ കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലും കോളേജുകളിലും ഓരോ ദിവസവും ഇങ്ങനെയുള്ള പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട്, ഇന്നലെയും അൽഫോൺസ കോളേജിലുണ്ടായിരുന്നു, എല്ലാ ദിവസവും ഇങ്ങനെ പ്രോഗ്രാമിൽ ബന്ധപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഏറെ സന്തോഷത്തോടെ പറയുന്നു, ഏറ്റവും സന്തോഷത്തോടെ വന്ന് പങ്കെടുക്കുന്ന കേരളത്തിലെ ഏറ്റവും നല്ലൊരു കോളേജായ സെന്റ് തോമസ് കോളേജില് ഏറ്റവും സന്തോഷത്തോടെയാണ് ലയൺസ് ഡിസ്ട്രിക്ട് 318B ഭാഗമായി ഇവിടെ വന്ന് പങ്കെടുക്കുന്നത്. അതുപോലെ നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നത്, ഈ കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലയിലെ ഇത്രയും കോളേജുകളിൽ പാലാ സെന്റ് തോമസ് കോളേജിൽ മാത്രമേ ഉള്ളൂ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് ഇത്രയും നല്ല രീതിയിലുള്ള പ്രോഗ്രാമുകൾ, പുണ്യപ്രവൃത്തികൾ ഉൾപ്പെടെ നല്ല രീതിയിലുള്ള പ്രോഗ്രാമുകൾ നടത്തുന്ന ഏക ഡിപ്പാർട്ട്മെന്റ് എന്റെ കാഴ്ചപ്പാടിൽ ഈ 3 ജില്ലയിൽ പാലാ സെന്റ് തോമസ് കോളേജ് മാത്രമേ ഉള്ളൂ. നല്ലൊരു കൈവരിക്കുന്ന. അതുപോലെ തന്നെ ലയൺസത്തെ പറ്റിയും നമ്മുടെ കാര്യങ്ങൾ മുഴുവൻ, എല്ലാ കാര്യത്തെ പറ്റിയും വളരെ കാര്യമായി നമ്മുടെ മനീഷ് സാർ പറഞ്ഞു. മനീഷ് സാർ ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട ലയൺ ലീഡറാണ്. അദ്ദേഹമാണ് എന്നെ ഈ സെന്റ് തോമസ് കോളേജിൽ കഴിഞ്ഞ 5 വർഷം മുമ്പ് ഇവിടെ എത്തിച്ചതും. അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ വർഷവും ഏതാണ്ട് 10ഓളം പ്രോഗ്രാമുകളിൽ പാലാ സെന്റ് തോമസ് കോളേജിൽ പങ്കെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതിന് പ്രത്യേകം ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിനോടും മനീഷ് സാറിനോടുമുള്ള സന്തോഷം അറിയിക്കുന്നു. നമുക്കറിയാം, ഇന്നത്തെ നമ്മുടെ ഈ നല്ല പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത നിഷ ജോസ് കെ മാണി മാഡം നമ്മുടെ കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന, രാഷ്ട്രീയ രംഗത്തും അല്ലാത്ത രീതിയിലും എല്ലാം അറിയപ്പെടുന്ന നമ്മുടെ ജോസ് കെ മാണിയുടെ വൈഫാണെന്നുള്ളത് നമുക്കറിയാം. മാഡം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിലും എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും അതുകൊണ്ട് പല പ്രാവശ്യവും പല പ്രോഗ്രാമുകളും ഉദ്ഘാടനം ചെയ്യുവാനായിട്ടും പല കാര്യങ്ങൾക്കും വിളിച്ചിട്ടുണ്ട്. സാധിക്കുമ്പോഴെല്ലാം നമ്മുടെ പ്രോഗ്രാമുകളിൽ പലയിടത്തും വന്ന് പങ്കെടുക്കുന്നുണ്ട്. അത് പാലായാണോ, മേലിയാവാണോ, അല്ലെ കോട്ടയമാണോ എന്നൊന്നും നോക്കുന്നില്ല. നമ്മൾ എവിടെ പ്രോഗ്രാമിൽ വിളിച്ചാലും സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും സമയം മാറ്റിവെച്ച് നമ്മുടെ പ്രോഗ്രാമുകൾക്ക്, ലയൺസിന്റെ പ്രോഗ്രാമുകൾക്ക് സ്കൂളിലും കോളേജുകളിലും ഒക്കെ വന്ന്
ഉദ്ഘാടനം ചെയ്യുന്നതിനും അതുപോലെ തന്നെ വേണ്ടി വന്നാൽ നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ് നടത്തുന്നതിനും തയ്യാറായിട്ട് ലയൻസിനോടൊപ്പം ഞങ്ങളുടെ ഉണ്ട്. തീർച്ചയായിട്ടും നിഷ ജോസ് കെ മാണിയുടെ ലയൻസ് ഡിസ്ട്രിക്ട് 318ബിയുടെ സന്തോഷം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് അയർക്കുന്നം ലയൻസ് ക്ലബ്ബാണ്. ഞങ്ങൾക്ക് ഏതാണ്ട് 125ഓളം ക്ലബ്ബുകൾ കോട്ടയം കഴിക്കുന്ന ബഹുമാന്യരായ വ്യക്തികളെ, സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, ഗതകാല സ്മരണകൾ അയവിറക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഞാൻ കോളേജിന്റെ ക്യാമ്പസിൽ നിൽക്കുന്നത്. പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത്, ഇത്തിരി പണ്ടാകട്ടെ, ഞാൻ മുത്തശ്ശേരി, അപ്പൊ അന്ന് അടിക്കുന്ന വഴിയെ പോവുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെയൊക്കെ ചിന്താഗതി. മിസ് എന്ന് പറഞ്ഞാൽ, പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ അത് തലകുനിച്ചതെന്ന് കേട്ടുകൊണ്ട് അതനുസരിച്ച് മുൻപോട്ട് പോവുകയല്ലാതെ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കും. To stand before you. This was not just another event. It was a celebration of the strength, potential and spirit of women, and a reminder of what we can achieve when given the right space, encouragement and support. On behalf of Department of History, I would like to express my ദിവസങ്ങളല്ല ജനിക്കുന്ന ദിവസവും മരിക്കുന്ന ദിവസവും. പിന്നെ എന്തിനാണ് സാറ് ചോദിച്ച ഉത്തരം പറഞ്ഞപ്പോ എല്ലാരെയും കൊണ്ട് കൈയടിപ്പിച്ചെന്നൊക്കെ ഉള്ളതല്ലേ ചിന്തിച്ചോണ്ടിരിക്കുന്നത്? അല്ലേ അല്ലേ ദേവി? അല്ലേ? എന്ന് പറയാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തതിനുള്ള കാര്യം. അപ്പൊ നമ്മളിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണ്. നമ്മൾ പറയുന്ന എല്ലാ കാര്യവും ശരിയാണ്. പക്ഷെ അതിൽ കൂടുതൽ ശരി ഏതാണെന്ന് കണ്ടുപിടിക്കുന്നിടത്താണ് നമുക്ക് വ്യതിരക്തത ഉണ്ടാകുന്നത്. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, കൂടുതൽ ശരിയായ കാര്യങ്ങൾ കണ്ടുപിടിക്കാനായി. അപ്പൊ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത 2 ദിവസങ്ങളുടെ ഏതൊക്കെയാണ് ആ ദിവസം? There are 2 days in our life which we can do nothing. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത 2 ദിവസങ്ങൾ ഏതൊക്കെയാണ്? ജനിക്കുന്ന ദിവസവും മരിക്കുന്ന ദിവസവും. അവരുടെ പേര് ദേവി കൃപ. ദേവി കൃപ. ഓക്കെ, വെരി ഗുഡ്. നല്ലൊരു കൈയടിക്കുമ്പോ അങ്ങനെ ഞങ്ങളുടെ കൈയടി കിട്ടിയിട്ട് ദേവി ശനി ചെയ്യണ്ടെന്നൊക്കെ കാണും.